നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സന്ധ്യ രാധാകൃഷ്ണൻ. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ദുരിതബാധിതർക്ക് സഹായമൊഴുകുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായ പ്രവാഹം. തൃശൂർ അതിരൂപത KCBC മദ്യവിരുദ്ധ സമിതിയും ചേർപ്പ് ഇടവക യൂണിറ്റും സംയുക്തമായി ക്വിറ്റ് ലിക്കർ ഡേ ആദരിച്ചു. റോഡരികിൽ മാലിന്യം തള്ളുന്നതിനാൽ പൊറുതിമുട്ടിയ വല്ലച്ചിറ പട്ടളങ്ങാടിയിൽ പഞ്ചായത്തും ആരോഗ്യവകുപ്പും നടത്തിയ പരിശോധനയിൽ 6 പേർ പിടിയിലായി. 6000 രൂപ വീതം പിഴ ഈടാക്കി അധികൃതർ. പല്ലിശ്ശേരി ഭഗവതി ക്ഷേത്രത്തിൽ ഗജപൂജയും ആനയൂട്ടും മഹാഗണപതി ഹോമവും നടന്നു. നിരവധി ഭക്തരുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങുകൾ. വല്ലച്ചിറ ഭഗവാൻ ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും നടന്നു. വാർത്തകൾ വിശദമായി. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ദുരിതാശ്വാസ നിധിയിലേക്ക് അമ്മാടം സർവീസ് സഹകരണ ബാങ്ക് 11 ലക്ഷം രൂപ നൽകുമെന്ന് ബാങ്ക് അധികൃതർ അറിയിച്ചു. ബാങ്ക് ഹെഡ് ഓഫീസിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ഈ തുകയ്ക്കൊപ്പം പ്രസിഡന്റിന്റെ 1 മാസത്തെ അലവൻസും ഡയറക്ടർമാരുടെ ഓരോ തവണത്തെ സിറ്റിംഗ് ഫീസ് അടക്കം 14,000 രൂപയും ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നൽകും. യോഗത്തിൽ പ്രസിഡന്റ് സെബി ജോസഫ് പെല്ലിശ്ശേരി അധ്യക്ഷത വഹിച്ചു. തൃശൂർ അതിരൂപത KCBC മദ്യവിരുദ്ധ സമിതിയും ചേർപ്പ് ഇടവക യൂണിറ്റും സംയുക്തമായി ക്വിറ്റ് ലിക്കർ ഡേ ആചരിച്ചു. പഴുവിൽ ഫൊറാന വികാരി ഫാദർ വിൻസെന്റ് ചെറുവത്തൂർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ മദ്യനയം കേരളത്തെ കുറ്റകൃത്യങ്ങളുടെ കേന്ദ്രമാക്കുന്നുവെന്ന് അദ്ദേഹം ആരോപിച്ചു. KCBC മദ്യവിരുദ്ധ സമിതി തൃശൂർ അതിരൂപത ഡയറക്ടർ റവറന്റ് ഡോക്ടർ ദേവസി പന്തലൂക്കാരൻ അധ്യക്ഷത വഹിച്ചു. ചേർപ്പ് ഇടവക വികാരി ഫാദർ സെബാസ്റ്റ്യൻ വെട്ടത്ത, റിട്ടയർഡ് സബ് ഇൻസ്പെക്ടർ CR ദിനേശ് കുമാർ, പത്മശ്രീ പെരുവനം കുട്ടൻമാരാർ, ഫാദർ സിജോ കാട്ടുകാരൻ, ചെറുജന മഹല്ലു ഖത്തീബ, അമീൻ ഹുദവി വണ്ടൂർ തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാഭ്യാസ മന്ത്രി പോലും പറയേണ്ടി വന്നു, ഇങ്ങനെ പഠിപ്പിച്ച കാര്യമില്ല. അതുകൊണ്ട് ഈ ഫുൾ പാസ് സംവിധാനം നീക്കം ചെയ്തിരിക്കണം. എല്ലാ വിഷയത്തിലും ജയിക്കണം. ഗ്രൂപ്പ് അടിസ്ഥാനത്തിന് പോരാ. ഓരോ വിഷയത്തിലും കൃത്യം ഇത്രയെങ്കിലും മാർക്ക് കിട്ടിയവർക്ക് ജയിക്കാൻ അവകാശമുള്ളൂ. അല്ലാതെ A+ ഉണ്ടാക്കിയെന്നും പറഞ്ഞ് 98% വിജയിപ്പിച്ചുള്ള അഭിരാം കൊണ്ട് കാണിച്ചിട്ട് സ്വന്തം പേര് പോലും തെറ്റുകൂടാതെ എഴുതാൻ പറ്റാത്തവരെ ഓർത്ത് വിദ്യാഭ്യാസ അധികാരികളൊക്കെ പരസ്യമായി കുമ്പസാരിക്കുന്നത് നിങ്ങളോടല്ല, കേട്ടതല്ലേ? അപ്പോൾ ഒരു സംവിധാനത്തിന്റെ തെറ്റുകളെ തിരുത്തണം. ആ തിരുത്താനുള്ള ധാർമ്മികമായ ശബ്ദവും ശക്തിയുമുള്ളവർക്ക് അത് സാധിക്കൂ. റോഡരികിൽ മാലിന്യം വലിച്ചെറിയുന്നതിനാൽ കൊല്ലങ്ങളായി പൊറുതിമുട്ടിയ വല്ലച്ചിറ പട്ടളങ്ങാടിയിൽ പഞ്ചായത്തും ആരോഗ്യവകുപ്പും നടത്തിയ പരിശോധനയിൽ 6 പേർ പിടിയിലായി. ഓരോരുത്തരിൽ നിന്നും 10,000 രൂപ വീതം പിഴ ഈടാക്കാനാണ് പഞ്ചായത്ത് തീരുമാനം. വല്ലച്ചിറ പഞ്ചായത്ത് പ്രസിഡന്റ് N മനോജിന്റെ നേതൃത്വത്തിൽ വല്ലച്ചിറ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ PS അരുൺകുമാർ, പഞ്ചായത്ത് സെക്രട്ടറി CK പോളി, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ AM രാജേഷ് കുമാർ, AR സുനിൽകുമാർ, VS ആരോമൽ രാജ് എന്നിവർ ചേർന്നാണ് പരിശോധന നടത്തിയത്. പൊതുജനാരോഗ്യത്തിന് ഏറെ അപകടകരമായ മാലിന്യങ്ങൾ കണ്ടെത്തുകയും അവ വലിച്ചെറിഞ്ഞ 6 പേരെ കണ്ടെത്തുകയും ചെയ്തു. കൂടുതൽ ആളുകളുടെ സൂചന ലഭിച്ചിട്ടുണ്ടെന്നും ഇവർക്കെതിരെ മാതൃകാപരമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്നും ഹെൽത്ത് ഇൻസ്പെക്ടർ പറഞ്ഞു. പല്ലിശ്ശേരി ഭഗവതി ക്ഷേത്രത്തിൽ ഗജപൂജയും ആനയൂട്ടും മഹാഗണപതി ഹോമവും നടന്നു. നിരവധി ഭക്തരുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങുകൾ. അയ്യപ്പത്ത് ബാലകൃഷ്ണൻ, ബാസ്റ്റൻ വിനയ് സുന്ദർ, മഹാലക്ഷ്മി കുട്ടികൃഷ്ണൻ എന്നീ ആനകൾക്കാണ് ആനയൂട്ട് നൽകിയത്. ആനയൂട്ടിനോടനുബന്ധിച്ച് ഭക്തജനങ്ങൾക്ക് ചിത്തിര ഊട്ടും ഉണ്ടായിരുന്നു.
വല്ലച്ചിറ ഭഗവാൻ ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടന്നു. തന്ത്രി ജയദേവൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഗജപൂജയോടെ ആനയൂട്ടും നൽകി. ആദ്യ ഉരുള കൊച്ചിൻ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ കെ സുനിൽ കർത്ത നൽകി. അസിസ്റ്റന്റ് കമ്മീഷണർ മിനി, റവന്യൂ ഇൻസ്പെക്ടർ വിനീത, ദേവസ്വം ഓഫീസർ അനിൽകുമാർ, സമിതി സെക്രട്ടറി കണ്ണൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. അമ്മാടത്ത് ഉഗ്രവിഷമുള്ള കൂറ്റൻ അണലിപ്പാമ്പിനെ പിടികൂടി. ഊരകത്ത് സ്കൂൾ പരിസരത്ത് കണ്ടെത്തിയ മലമ്പാമ്പിനെ പിടികൂടാനായില്ല. അമ്മാടം പുത്തൻ വെട്ടുവഴി കോടായിക്കാട്ടിൽ വീട്ടിൽ ഗിരിജിയുടെ വീടിന്റെ പിറകിലെ വിറകുപുരയിൽ നിന്നാണ് അണലിയെ പിടികൂടിയത്. ഗ്യാസ് സ്റ്റവിന്റെ അടിയിൽ കയറിയൊളിച്ച പാമ്പിനെ സ്നേക്ക് റെസ്ക്യൂവർ സലോൺ അരണാട്ടുകരയാണ് പിടികൂടിയത്. ഊരകം ALP സ്കൂൾ പരിസരത്ത് റോഡിൽ ഇഴഞ്ഞു നീങ്ങുകയായിരുന്ന മലമ്പാമ്പിനെ വെള്ളിയാഴ്ച രാത്രിയാണ് സമീപവാസികൾ കണ്ടത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചതിനു പിന്നാലെ മലമ്പാമ്പ് തൊട്ടടുത്ത കാട്ടിൽ മറഞ്ഞു. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് അവണിശ്ശേരി സഹകരണ ബാങ്കിന്റെ കൈത്താങ്ങ്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് 2 ലക്ഷം രൂപ സംഭാവന നൽകി. 2 ലക്ഷം രൂപയുടെ ചെക്ക് ബാങ്ക് പ്രസിഡന്റ് കെ ശശിധരൻ, സെക്രട്ടറി വിദ്യ ഇ സുരേന്ദ്രൻ, ഭരണസമിതി അംഗങ്ങളായ അഡ്വക്കേറ്റ് MA രാജീവ് കൃഷ്ണൻ, KK മോഹനൻ, KP അജയൻ, PC മിഥുൻ എന്നിവർ ചേർന്ന് ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യന് കൈമാറി. വയനാടിന് കരുതലാകാൻ തൊഴിലുറപ്പ് തൊഴിലാളിയും. പാറളത്തെ തൊഴിലുറപ്പ് തൊഴിലാളി തങ്കമണിയാണ് തന്റെ പെൻഷൻ തുകയിൽ നിന്നൊരു പങ്ക് ദുരിതബാധിതർക്കായി നീക്കിവച്ചത്. പാറളത്തെ തൊഴിലുറപ്പ് തൊഴിലാളി കോഴിക്കാട്ടിൽ ഉണ്ണിച്ചക്കന്റെ ഭാര്യ തങ്കമണിയാണ് പെൻഷൻ തുകയിൽ നിന്ന് 2000 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത്. പാറളം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ തുക ഏറ്റുവാങ്ങി. വൈസ് പ്രസിഡന്റ് ആശ മാത്യു, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ജെയിംസ് പി പോൾ, വിദ്യാ നന്ദനൻ, അംഗങ്ങളായ സ്മിനു മുകേഷ്, സുബിത സുഭാഷ് എന്നിവർ സന്നിഹിതരായിരുന്നു. വയനാടിനെ ചേർത്തുപിടിച്ച് നാട്. ചേർപ്പിലെ മത്സ്യവ്യാപാരിയും പൊതുപ്രവർത്തകനുമായ മണികണ്ഠനും ഭാര്യ സുനിതയും ചേർന്ന് ദുരിതാശ്വാസ നിധിയിലേക്ക് തുക കൈമാറി. ചേർപ്പ് തിരുവുള്ളക്കാവ് കിഴക്കേ നടയിലെ ബസ് സ്റ്റോപ്പിന് സമീപത്തെ മത്സ്യക്കച്ചവടം നടത്തി ലഭിച്ച ഒരു ദിവസത്തെ വരുമാനമാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് ഇവർ കൈമാറിയത്. ചേർപ്പ് സേവാഭാരതി ഭാരവാഹികളായ വിശ്വംഭരൻ, കരുമന പ്രകാശൻ, ഉണ്ണികൃഷ്ണൻ എന്നിവർ ചേർന്ന തുക ഏറ്റുവാങ്ങി. BJP പ്രവർത്തകരായ ഷിജോ C വിജയൻ, ജയ പാറക്കോവിൽ, മുരളി ശില്പി, മധു പൂച്ചിനിപ്പാടം, ഷാജി, ഷീല തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. നമ്മളിവിടെ ഈ വയനാട് ദുരന്തം നമ്മളെല്ലാവരും കരയിപ്പിച്ച ഒരു സംഗതിയാണ്. നമുക്ക് അത് എന്താ പറയുക, നമുക്കിപ്പോൾ അവരെ നഷ്ടം നമുക്ക് വേറെ ഒന്നും കൊണ്ട് നേട്ടാനാവില്ല. നമുക്ക് ചെയ്യാൻ പറ്റാവുന്നത് ഒരു ചെറിയ സഹായമാണ്. അപ്പം ഞങ്ങളുടെ ഇപ്പോൾ ഒരു ദിവസത്തെ കളക്ഷൻ അവർക്ക് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് കൊടുക്കാനാണ് ഇന്നത്തെ കളക്ഷൻ ഞങ്ങൾ അവർക്ക് കൊടുക്കുകയാണ്. ലാഭക്കാശ് മുതൽ മാറ്റി വെച്ച് ലാഭക്കാശ്. ഞങ്ങളിങ്ങനെ ഒരു ആശയം ഉണ്ടായപ്പോൾ ഇവിടെ ഓട്ടോറിക്ഷപ്പേട്ടയിലെ ചേട്ടന്മാരോടാണ് ആദ്യം സംസാരിച്ചത്. അപ്പോൾ അവർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. അത് ഞങ്ങളുടെ ലാഭത്തിൻ്റെ പൈസ മാത്രമല്ല ഇതിലുള്ളത്. ഞങ്ങളിത് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരാൾ 2-3 പേര് അവരുടേതായ ഒരു സംഭാവന ഞങ്ങൾക്ക് തന്നു. അതുകൂടാതെ ഇവിടെ അടുത്തൊരു ട്യൂഷൻ ക്ലാസ് ഉണ്ട്. അവിടുത്തെ കുറച്ച് ഒരു 5-6 കുട്ടികളുണ്ട്. അടുത്ത ടീച്ചറും ആ കുട്ടികളും ചേർന്ന് ഒരു ചെറിയ എമൗണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടിയാണ് ഞങ്ങളിത് ചെയ്യുന്നത്. നല്ല രീതിയിൽ ഞങ്ങൾക്കിപ്പോൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഇതിൻ്റെ. അപ്പോൾ അതിലുള്ളവരും നല്ല രീതിയിൽ മീൻ വാങ്ങിയും വാങ്ങാതെയും എല്ലാ അർത്ഥത്തിലും അവർ സഹകരിച്ചു. വയനാട് ദുരിതത്തിലേക്ക് ഈ ദൈനംദിന ഈ കച്ചവടം നടത്തുന്ന ഈ വ്യക്തി മണികണ്ഠനും സഹധർമ്മിയും ഈ സംഗതിയിൽ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന തന്ന അകമഴിഞ്ഞ സംഭാവന തന്ന ഇദ്ദേഹത്തിനും കുടുംബങ്ങൾക്കും നന്ദി പ്രകാശിക്കുന്നു. കൊച്ചു കുടുക്കയിൽ നിന്നും വയനാടിന് സഹായം. ചൊവ്വൂർ CMLP സ്കൂൾ വിദ്യാർത്ഥികളാണ് കുഞ്ഞു കുടുക്കയിലെ സഹായം കൈമാറിയത്. ചൊവ്വൂർ CALP സ്കൂളിലെ ആരാധ്യ സുനിൽ, അമൃത് സുനിൽ, KA ജാക്വിലിൻ, KJ ജെസ്വിൻ, ജോൺ പോൾ, ആന്റണി ജോസഫ്, ആദിത്യൻ മനോജ് എന്നീ കുട്ടികളാണ് തന്റെ കൊച്ചു സമ്പാദ്യം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്തിന്റെ സാന്നിധ്യത്തിൽ പ്രധാനാധ്യാപിക MJ ജെറീന തുക ഏറ്റുവാങ്ങി. PTA പ്രസിഡന്റ് റിൻസി ജോമോൻ, ഫസ്റ്റ് അസിസ്റ്റന്റ് VJ റോസിറ്റ എന്നിവർ സന്നിഹിതരായിരുന്നു. ഉരുൾപൊട്ടൽ നേരിട്ട വയനാട് മുണ്ടക്കൈ മേഖലയിൽ BKMU കർഷക തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ സന്ദർശനം നടത്തി. CC മുകുന്ദൻ MLA അടക്കമുള്ളവരാണ് ദുരന്തഭൂമിയിലെത്തിയത്.
മുൻ റവന്യൂ വകുപ്പ് മന്ത്രിയും BKMU ദേശീയ വൈസ് പ്രസിഡന്റുമായ KE ഇസ്മയിൽ, CC മുകുന്ദൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ മനോജ് P എടമന, അനിൽകുമാർ ആലപ്പുഴ, KV ബാബു, TJ ചാക്കോച്ചൻ, സുരേഷ് കോഴിക്കോട് തുടങ്ങിയവർ സംഘത്തിൽ ഉണ്ടായിരുന്നു. നാട്ടിക ഫർക്ക സഹകരണ റൂറൽ ബാങ്കിന്റെ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം ഓഗസ്റ്റ് 13 നടക്കുമെന്ന് ബാങ്ക് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചൊവ്വാഴ്ച രാവിലെ 11 സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ ഉദ്ഘാടനം നിർവഹിക്കും. ബാങ്കിന്റെ വലപ്പാട് ബ്രാഞ്ചും ചടങ്ങിൽ മന്ത്രി ഉദ്ഘാടനം ചെയ്യും. നാട്ടിക MLA CC മുകുന്ദൻ, സമന്വയ സഹകരണ മാർട്ടും കേരള ബാങ്ക് വൈസ് പ്രസിഡന്റ് MK കണ്ണൻ ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേഷനും ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് IK വിഷ്ണുദാസ്, സെക്രട്ടറി PC ഫൈസൽ എന്നിവർ പങ്കെടുത്തു. നാട്ടിക ഫർക്ക സഹകരണ റൂറൽ ബാങ്കിന്റെ പുതിയ ആസ്ഥാന മന്ദിരം വലപ്പാട് ആഗസ്റ്റ് മാസം 13-ാം തീയതി രാവിലെ 11 മണിക്ക് സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ VN വാസവൻ ഉദ്ഘാടനം ചെയ്യുകയാണ്. ഇതിൻ്റെ അനുബന്ധ സ്ഥാപനം എന്നുള്ള നിലയിൽ പുതിയ 2-3 സംരംഭങ്ങൾ ആരംഭിക്കുന്നുണ്ട്. അതിലൊന്ന് സമന്വയ സഹകരണ മാർട്ട് എന്ന സ്ഥാപനം. ആ സ്ഥാപനത്തോടൊപ്പം തന്നെ മറ്റൊന്ന് മിൽമയുടെ കഫ്റ്റീരിയ, കൂടാതെ ഇലക്ട്രിക് ചാർജിംഗ് സ്റ്റേഷൻ, ഇങ്ങനെയുള്ള സംരംഭങ്ങളാണ് ആരംഭിക്കുന്നത്. ഇത് പറയുമ്പോൾ നമ്മുടെ നാട്ടിക ഫർക്ക 10 പഞ്ചായത്തുകൾ ഉൾക്കൊള്ളുന്ന പ്രദേശത്തെയാണ് ഈ ബാങ്ക് അധികാരത്തിന്റെ പരിധിയിൽ വരുന്നത്. തൃശൂർ മുണ്ടൂരിൽ ഉണ്ടായ വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു, ഒരാൾക്ക് ഗുരുതര പരിക്കേറ്റു. നിയന്ത്രണം വിട്ട കാർ ഗേറ്റിലും മതിലിലും ഇടിച്ചായിരുന്നു അപകടം. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ മുണ്ടൂർ പമ്പ് പരിസരത്ത് വെച്ച് ഇന്ന് രാവിലെ 5:30 അപകടം. കുളത്തൂപ്പുഴയിൽ നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് വന്നിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. കൊല്ലം കുളത്തൂപ്പുഴ സ്വദേശി 53 വയസ്സുള്ള ഷെരീഫയാണ് മരിച്ചത്. ഗുരുതര പരിക്കേറ്റ സഹയാത്രികൻ ഫൈസൽ തൃശൂർ അമല ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. അപകടത്തിൽ മറ്റൊരാൾക്ക് കൂടി പരിക്കേറ്റിരുന്നുവെങ്കിലും ഗുരുതരമല്ല. നിയന്ത്രണം വിട്ട വാഹനം സംസ്ഥാന പാതയോരത്തെ വീടിന്റെ ഗേറ്റും മതിലും തകർത്ത് ഇടിച്ച് വീട്ടിലേക്ക് കയറുകയായിരുന്നു. പേരാമംഗലം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. പെരുമ്പിളിശ്ശേരി രാമപുരം ഹനുമാൻ ക്ഷേത്രത്തിൽ മഹാഗണപതി ഹോമവും ഇല്ലനിറയും ഞായറാഴ്ച നടക്കും. ബ്രഹ്മശ്രീ കണ്ണമംഗലത്തുമന വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലായിരിക്കും ചടങ്ങുകൾ. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6445 രൂപ, പവന് 51,560 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ദുരിതബാധിതർക്ക് സഹായമൊഴുകുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായ പ്രവാഹം. തൃശൂർ അതിരൂപത KCBC മദ്യവിരുദ്ധ സമിതിയും ചേർപ്പ് ഇടവക യൂണിറ്റും സംയുക്തമായി ക്വിറ്റ് ലിക്കർ ഡേ ആദരിച്ചു. റോഡരികിൽ മാലിന്യം തള്ളുന്നതിനാൽ പൊറുതിമുട്ടിയ വല്ലച്ചിറ പട്ടളങ്ങാടിയിൽ പഞ്ചായത്തും ആരോഗ്യവകുപ്പും നടത്തിയ പരിശോധനയിൽ 6 പേർ പിടിയിലായി. 6000 രൂപ വീതം പിഴ ഈടാക്കി അധികൃതർ. പല്ലിശ്ശേരി ഭഗവതി ക്ഷേത്രത്തിൽ ഗജപൂജയും ആനയൂട്ടും മഹാഗണപതി ഹോമവും നടന്നു.
നിരവധി ഭക്തരുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങുകൾ. വല്ലച്ചിറ ഭഗവാൻ ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും നടന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.